കാരണം മിക്കപ്പോഴും അടി എനിക്കാണ് ആദ്യം. ഞാനവിടെല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. നീ അങ്ങോട്ട് ചെന്നാ മതി. ഗോപാലകൃഷ്ണൻ ഈ സമയത്ത് കുറച്ച് ഓടുന്നോണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇതും വെച്ചോണ്ട് ബുദ്ധിമുട്ടാടാ. ബുദ്ധിമുട്ട് ഇറങ്ങി ഓർഡർ. അതേ നിന്റെ അളിയൻ വന്ന് നിൽക്കുന്നു. ഗോപാലകൃഷ്ണൻ അല്ല. അയ്യോ തല കുടിക്കുക. ആ പോയത് ഗോപാലകൃഷ്ണൻ അല്ലേ? അറിയില്ലാന്നേ. അയാൾ പിന്നെ എന്തിനാ ഓടിയത് എന്നെ കണ്ടപ്പോ? ഇയാൾക്ക് എന്താ വരയുടെ അസുഖമുണ്ടോ? എന്താ തിരയുന്ന? എന്റെ കാറ് കാണാനില്ല, അല്ല മൊബൈല് കാണാനില്ല. ഞങ്ങളെ സഹായിക്കണോ? വേണ്ട. ആ പോയത് ഗോപാലകൃഷ്ണൻ. അപ്പൊ അയാളുടെ കൂടെ നിങ്ങളുടെ പേരെന്താ? പാലാരിവട്ട ശശി. ശശി. അപ്പൊ അളിയനല്ല? അല്ല. വാടാ. ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ? അയ്യോ, ചേട്ടനും ഗർഭമുണ്ടല്ലേ? നല്ല വയറ്. ഇനി ഗോപാലകൃഷ്ണനാണെന്ന് എനിക്ക് തോന്നിയായിരിക്കോ? ആയിരിക്കും. ഗോപാലകൃഷ്ണൻ നിങ്ങൾക്ക് അറിയോ? പാർട്ടിയിലെ അണികളാണെന്ന് പറഞ്ഞ് നടക്കും. എവിടെ പോയി? ഡോക്ടർ മെല്ലെ എഴുന്നേക്ക്. ചിരിക്കുന്നടാ. സോറി സാർ, ഇവന്റെ അളിയൻ ഗർഭിണി ആയതുകൊണ്ട് പെട്ടെന്ന് ഇവനെ കണ്ട പോടിയതാ. അല്ലല്ല, ഇവൻ ഗർഭിണി ആയതുകൊണ്ട് പെട്ടെന്ന് അളിയനെ കണ്ട പോടിയതാ. സോറി അളിയ. അല്ല അയ്യോ സോറി സാർ, പെട്ടെന്ന് സന്തോഷം കൊണ്ടെല്ലാം തെറ്റിപ്പോന്ന്. ഇനി വൈകണ്ട, എന്തെങ്കിലും ഉടനെ ചെയ്യണം. പത്രസമ്മേളനം നടത്തിയ സ്ഥിതിക്ക് എന്തായാലും പരീക്ഷണം സക്സസ്ഫുൾ ആയിരിക്കും. റോയ് പരീക്ഷണത്തിൽ വിജയിച്ചാൽ നമുക്കെന്താ? അയാളുടെ വിജയം നിന്റെ സർവ്വനാശത്തിന്റെയും തുടക്കമായിരിക്കും. പ്രഗ്നൻസി 6 മാസമായെന്നല്ലേ പറഞ്ഞത്? ആ കാര്യയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടോ? പേര് മാത്രമേ അറിയാൻ കഴിഞ്ഞുള്ളൂ. ഫാമിലി ഡീറ്റെയിൽസും കൂടെ വേഗം കളക്ട് ചെയ്യണം. ഇച്ചേച്ചിക്കും അവർണവോൾക്കും വേണ്ടി ഈ വിഷയത്തിൽ കയ്യും കെട്ടി നോക്കി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. വെറുതെ വഴക്കിനും വക്കാണത്തിനും ഒന്നും പോവണ്ട. എടി, നിന്റെ സഹോദരങ്ങൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ചില കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കേണ്ട സ്വത്തുക്കൾ എവിടെയോ കിടക്കുന്ന ഒരുത്തനും അവൻ പ്രസവിക്കുന്ന കുഞ്ഞും അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. റോയിയുടെ ഒരു സമ്പത്തും എനിക്കും എന്റെ മോൾക്കും വേണ്ട. നീ ഈ കാര്യത്തിൽ ഇടപെടരുത്. ഇതൊന്നും ശരിയല്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. മനസ്സും മണ്ണാങ്കട്ടെ ഒന്നും മിണ്ടായിരുന്നോണം. അല്ല, പണി കൊടുക്കാൻ പോയിട്ട് അവസാനം തിരിച്ച് നമുക്ക് പണി കിട്ടൂടാ. എന്താ അച്ചായന് പേടിയുണ്ടോ? എന്നാ വേണ്ട, ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. എടാ, പേടിച്ചിട്ടൊന്നും അല്ല. സംഗതി ഒരല്പം പാളിപ്പോയി നമ്മൾ 3 പേര് അകത്ത് കിടന്ന് അഴിയണം. അത് നിനക്കറിയോ? അതങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അയ്യോ, ഇവളെന്താ ഇവിടെ? കംപ്ലീറ്റ് കലങ്ങുമല്ലോ. അയ്യോ, ഇവനെന്താ ഓടുന്നത്? ഇവിടെ ആരെയപ്പോ ഇങ്ങോട്ട് വിളിച്ചത്? ഓ എന്റെ ഭഗവാനെ, എന്തൊക്കെയാവോ എന്തോ ഇനി. ആരാ? ഞാൻ മാളവിക. ഡോക്ടർ മഹേഷ് സാർ പറഞ്ഞു വിട്ടതാ. വരൂ. ഡോക്ടർ മഹേഷ് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? സാറിനെ വന്ന് കാണണമെന്നും ഇവിടെ ജോലിയൊന്നും പറഞ്ഞിരുന്നു. എന്റെ ഇവിടുത്തെ എക്സ്പെരിമെന്റിനെ പറ്റി വല്ലതും പറഞ്ഞോ?
ബേസിക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ. എത്ര വർഷമായി മഹേഷിന്റെ ഹോസ്പിറ്റലിൽ? 4 വർഷം. വരൂ. എന്റെ പരീക്ഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു പുരുഷനാണ്. ഒരു പ്രഗ്നന്റായ സ്ത്രീയെ കെയർ ചെയ്യുന്നതിനേക്കാളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഒരു പുരുഷനെ കെയർ ചെയ്യാൻ. എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് സാറ് പറഞ്ഞാൽ മതി. എവറി 1 hour ടെമ്പറേച്ചർ BP ഒക്കെ ചെക്ക് ചെയ്യണം. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ECG എടുക്കണം. ഇഫ് എനി വേരിയേഷൻസ് യു ഷുഡ് ഇൻഫോം മീ ഇമ്മീഡിയറ്റ്ലി. ശരി സാർ. പിന്നെ ചില വൈറ്റമിൻസ് ഗുളികൾ കഴിപ്പിക്കണം. ഫുഡ് ചാർട്ട് നോക്കിയിട്ട് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണം. ഓക്കെ? ഓക്കെ സാർ, ചെയ്യാം. പുഷ്പ, എന്താ ഡോക്ടറെ? നീ ബാഗ് കൊണ്ടുപോയി നമ്മുടെ ഗസ്റ്റ് റൂമിൽ വെക്ക്. ഡോക്ടറെ ഇതും പോടാ. ഇത് മാളവിക, ഹോം നഴ്സാണ്. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ച. ചെല്ലു. നമ്മുടെ കാരിയർ പരിചയപ്പെടണ്ടേ? വാ. ഇതെന്താ രണ്ടുപേരും പുറംതിരിഞ്ഞ് നിൽക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്. ഇതാണ് നമ്മുടെ കാരിയർ സുധി. ഇത് ഗോപാലകൃഷ്ണൻ. ഹലോ. മാളു, 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 മാളു. എല്ലാം ഒരു നിമിത്തമായി എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേഴ്സ് വരേണ്ട അടുത്ത് മാളവിക തന്നെ വരില്ലല്ലോ. ഒന്നും മനഃപൂർവ്വമല്ല. നിന്നോട് പറഞ്ഞാൽ നീ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് കരുതി. മാളു, ഞാൻ മാളവിക, സുധി ഒരു വലിയ കണ്ടുപിടുത്തത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. അതിൽ മാളവിക അഭിമാനിക്കല്ലേ വേണ്ടത്. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മാളവികയോട് ഞാൻ പറഞ്ഞു തരണോ ഇതിന്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ? ഇപ്പോ എനിക്കെല്ലാം ബോധ്യാവുന്നുണ്ട്. സുധിയേട്ടനെ ഞാൻ ഈ രൂപത്തിൽ ഇവിടെ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ ആകെ ഷോക്കായിപ്പോയി. ഇപ്പോ ഞാൻ പൊരുത്തപ്പെട്ടു വരിക. ഗുഡ്. പ്രൗഡ് ഓഫ് യു മാളവിക. സുധി, യു ആർ ലക്കി. ഷർട്ട് അഴിക്ക്. ഷർട്ട് അഴിക്കണോ? ശകുന്തളെ, അതവിടെ വച്ചേക്ക്, ഞാൻ തുടച്ചോളാം. ഓ, ഷർട്ട് ഊരു. മാളു, എന്താ നീ പരിചയമില്ലാത്തവരെ പോലെ? എന്റെ അവസ്ഥയെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഈ കുഞ്ഞിന്റെ ജനനം വരെ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും, ഒരു നല്ല നേഴ്സായിട്ട്. അതിനുശേഷം പിന്നെ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഞാനും. സുധീന്ദ്ര, മാളവിക നിനക്ക് നഷ്ടപ്പെടുകയാണ്. നീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതോടെ ഈ സമൂഹത്തിൽ നിന്റെ സ്ഥാനം എന്താകുമെന്ന് നീ ഓർത്തിട്ടുണ്ടോ? നിന്റെ കുടുംബം മുഴുവൻ നിന്നെ വെറുക്കും. സമൂഹത്തിന് മുന്നിൽ അവരെയെല്ലാം പരിഹാസപാത്രമാക്കിയ നിന്നെ എല്ലാവരും ഉപേക്ഷിക്കും. ജീവിതത്തിൽ വിലപ്പെട്ടതെന്ന് നീ കരുതിയതെല്ലാം നിനക്ക് നഷ്ടപ്പെടുകയാണ്.
എൻ്റെ ജീവിതം തീർന്നു പോയല്ലോ ഡോക്ടർ. ഛേ, എന്നാര് പറഞ്ഞു? ഞാൻ ഈ കുഞ്ഞിന് ജന്മം നൽകുന്നതോടെ സമൂഹത്തിൽ, കുടുംബത്തിൽ, ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെ ഇടയിൽ ഞാനൊരു വെറുക്കപ്പെട്ടവനാകും. ഡോക്ടർ, എനിക്കിതിൽ നിന്നൊരു മോചനം ഉണ്ടാവുമോ? ഇല്ലല്ലേ? സാരമില്ല. അതിനേക്കാളൊക്കെ വില എൻ്റെ ഉള്ളിൽ വളരുന്ന ജീവനുണ്ട്. ഡോക്ടർ, എനിക്കിതിൽ നിന്നൊരു മോചനം ഉണ്ടാവോ? ഇല്ലല്ലേ? സാരമില്ല. അതിനേക്കാളൊക്കെ വില എൻ്റെ ഉള്ളിൽ വളരുന്ന ജീവനുണ്ട്. സാർ, എൻ്റെ സുധി ഒരു പാവാ. സാറ് വിചാരിച്ചാലേ ഈ ഊരാക്കുടിക്കുന്ന അവനെ രക്ഷിക്കാൻ പറ്റൂ. എത്ര ദിവസമായെന്നറിയോ അവൻ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സുധിയെ ആശ്വസിപ്പിക്കുകയും അവന് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടത് നീയാണ്. എനിക്ക് കഴിയില്ല സാർ. എന്തുകൊണ്ട്? അവനെപ്പറ്റി സാറിനൊന്നും അറിയില്ല. എനിക്കറിയാത്ത എന്ത് കഥയാണ് അവനുള്ളത്? സുധി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവൻ്റെ അച്ഛൻ ഗൾഫിന് പോകുന്നത്. ഡ്രൈവറായിട്ട്. അവൻ്റെ അച്ഛൻ ഓടിച്ചിരുന്ന വണ്ടി അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. അച്ഛൻ ജയിലിലായി. വീടും പറമ്പും പണയപ്പെടുത്തി 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തിട്ടാ അവൻ്റെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കിയത്. തിരിച്ച് നാട്ടിലെത്തിയപ്പോഴേക്കും അവൻ്റെ അച്ഛൻ ആകെ തകർന്നു പോയിരുന്നു. തൻ്റെ കൈപ്പിഴ കൊണ്ടൊരാൾ മരിച്ചതിലുള്ള കുറ്റബോധം, പിന്നെ 2 പെൺമക്കളടക്കമുള്ള കുടുംബത്തിൻ്റെ ആകെയുള്ള കിടപ്പാട് നഷ്ടപ്പെടുത്തിയതിലുള്ള ദുഃഖം. അവൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ചിരിച്ചും ചിരിപ്പിച്ച് നടക്കുകയാണ് സർവൻ. സ്വന്തം കുടുംബത്തിനു വേണ്ടി മാത്രമാണ് അവൻ ജീവിക്കുന്നത്. വിവാഹപ്രായമെത്തിയ ഒരു പെങ്ങളുണ്ട്. 7ാം ക്ലാസ് മുതൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാമുകിയുണ്ട്. അവനെ ഓർത്ത് മാത്രം ജീവിക്കുന്ന ഒരമ്മയുണ്ട്. എൻ്റെ ഈ പരീക്ഷണം ഒന്ന് പൂർത്തിയാവട്ടെ. അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള പണം ഞാൻ കൊടുക്കാം. ആ പണം കൊണ്ട് അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ വാങ്ങാൻ പറ്റുമോ? സാറിന് പ്രശസ്തി നേടാനുള്ള പരീക്ഷണത്തിൽ അവനെ ഒരു കരുവാക്കാതെ സാർ ഒരല്പം മനുഷ്യത്വം കാണിക്കണം. ഗോപാലകൃഷ്ണൻ, ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കരുത്. സാറേ, ഭാര്യയും മകളെ പിരിഞ്ഞ് ജീവിക്കുന്ന സാറിന് കുടുംബജീവിതത്തിന്റെ വില അറിയില്ല. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. എങ്ങനെയെങ്കിലും സാർ അവനെ രക്ഷിക്കണം. റോയ് ഇത്ര അപ്സെറ്റ് ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. യെസ് ഡോക്ടർ, ഞാൻ എൻ്റെ ലക്ഷ്യത്തിൻ്റെ വിജയം അത് മാത്രമേ കണ്ടിരുന്നുള്ളൂ. അതിനെന്താ, ഡോക്ടർ റോയ് ഇപ്പോൾ വിജയിക്കാൻ പോവുമല്ലേ? എനിക്ക് വിജയിക്കണ്ടേ ഡോക്ടർ മഹേഷ്? ഏയ്, എന്താ ഈ പറയുന്നത്? ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ജീവിതം അവതാളത്തിലാക്കിക്കൊണ്ട് എനിക്കങ്ങനെ വിജയിക്കണ്ട. സുധീന്ദ്രൻ എനിക്കിപ്പോൾ എൻ്റെ സഹോദരനെ പോലെയാണ്. അവൻ്റെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഈ പരീക്ഷണത്തിൽ നിന്ന് പിന്മാറുക. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? ഈ സിറ്റുവേഷനിൽ ഒരു അബോർഷൻ, ഇറ്റ് വിൽ കിൽ ഹിം. അതറിയാം ഡോക്ടർ. ഐ ഡോണ്ട് വാണ്ട് ടു അബോർട്ട്. ദെൻ വാട്ട് ഡു യു സജസ്റ്റ്? അവിടെയാണ് എനിക്ക് ഡോക്ടറുടെ സഹായം വേണ്ടത്. എന്ത് സഹായം? പറഞ്ഞോളൂ.